നമ്മുടെ ഇന്ന് രാവിലത്തെ ചിന്തയ്ക്കായിട്ട് സ്തോത്രം. ഒരു വേദഭാഗം വായിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം എടുക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം സ്തോത്രം 5-ാം അധ്യായം 31-ാം വാക്യം എന്ന് വായിക്കാം. 5:31. യിരെമ്യാവ് 5:31. ദേശത്ത് പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോടൊരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാർ അവരോട് കൂടെ ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിന് അത് ഇഷ്ടം ആണ്. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ഒടുക്കം, ബെറിയൽ ഓർ എറ്റേണിറ്റി. മലയാളത്തിൽ പറയുമ്പോൾ അടക്കം വേഴ്സസ് ഒടുക്കം. അടക്കം വേഴ്സസ് ഒടുക്കം. യിരെമ്യാവ് 17:11 വായിക്കാം. യിരെമ്യാവ് 17:11. 17:11. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊഴിഞ്ഞിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാവുന്നു. അവന്റെ മധ്യായുസ്സെങ്കിൽ അത് അവനെ വിട്ടുപോകും. ഒടുക്കം അവൻ ഭോഷനായിരിക്കും. മധ്യായുസ്സെങ്കിൽ അത് അവനെ വിട്ടുപോകും. അവ കൈക്കൂലി വാങ്ങിക്കുന്നത്, തട്ടിപ്പ്, ലോട്ടറി എടുക്കുന്നത്, ഇതെല്ലാം കൂട്ടത്തിൽ വരികയാണ്. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, സ്തോത്രം. ആണ് യെശയ്യാവ് ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത് നമ്മൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് താഴോട്ട്. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത്. ഓക്കെ, സ്തോത്രം. തുടക്കത്തിൽ യെശയ്യാവ് 14:20 വായിക്കാം. യെശയ്യാവ് 14:20. യെശയ്യാവ് 14:20. നിന്റെ ദേശത്തെ നശിപ്പിച്ചു, നിന്റെ ജനത്തെ കൊന്നുകളഞ്ഞതുകൊണ്ട് നിനക്ക് അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാകുകയില്ല. ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേര് എന്നും നിലനിൽക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നും നിലനിൽക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതെ, നീ നിന്റെ ജനത്തെ നശിപ്പിച്ചു, നീ നിന്റെ ദേശത്തെ നശിപ്പിച്ചിരിക്കുന്നു പറയുമ്പം ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൽ നമ്മൾ ദൈവസഭയോടാണല്ലോ ദൂത് പറയുന്നത്. ദൈവസഭയോടുള്ള ദൂത് കൂടി ആണല്ലോ പറയേണ്ടത്. അപ്പം നീ നിന്റെ ദേശത്തെ നശിപ്പിച്ചു. നാം വിശ്വാസികളാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ആയിരിക്കാം, ശുശ്രൂഷയുള്ളവരായിരിക്കാം. നമ്മൾ ദേശത്തെ നശിപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെ നശിപ്പിക്കുന്നു? വചനം വിട്ടുപോയിട്ടുണ്ടോ നമ്മൾ? അല്ലേടിയെ ഇപ്പം 4 പേര് വന്ന് പ്രാർത്ഥിച്ചു. അത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. സ്തോത്രം. അല്ലേ? അപ്പം പിന്നെ പറയാണ്, നിനക്ക് അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാകില്ല. അപ്പോൾ ശവസംസ്കാരത്തെക്കുറിച്ചും ഇവിടെ നമ്മൾ കാണുകയാണ്. ചില വാക്യം ഇനി ഇതൊന്ന് വായിക്കാൻ. സഭാപ്രസംഗം 6:3 വായിച്ചായിരുന്നു സഹോദരി? ഇല്ല, വായിച്ചില്ല. അതൊന്ന് വായിക്കാം. 6 സഭാപ്രസംഗം 6:3 വായിച്ചേ. 6:3. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പിണ്ടം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ശവസംസ്കാരത്തെ കുറിച്ചും നമ്മളിവിടെ കാണുന്നുണ്ട്. സ്തോത്രം. അതെ, ശവസംസ്കാരം നല്ലൊരു ശവം കിട്ടുന്നത് നല്ലത് തന്നെ. പക്ഷെ ചെയ്യേണ്ട രീതിയിലേ ആകാവുള്ളതാണ് കേട്ടോ. ഓക്കെ, ചില വാക്യങ്ങൾ വായിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചില വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മൾ പിന്നെ പോവുകയാണ്. ഇനി ശവസംസ്കാരത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഒന്ന് നോക്കാം. അതോടെ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ 12:7 എന്ന് വായിച്ചേ. യോഹന്നാൻ 12:7. യോഹന്നാൻ 12:7. യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ആമേൻ. അവൻ ശവസംസ്കാരത്തെ കുറിച്ച് കർത്താവും പറയുന്നുണ്ട്. അതേസമയം കർത്താവിൻ്റെ ശിഷ്യന്മാർ 12 പേരുണ്ടായിരുന്നു. ഒരാൾ യൂദാ ഒറ്റിക്കൊട്ടു പോയി. ഓക്കെ, ബാക്കി 11 പേരുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പം
പല പിന്നെ ഈ അപ്പോസ്തലന്മാരുടെ അന്ത്യം അവർ രക്തസാക്ഷികളായി മരിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അവർക്ക് നല്ല സംസ്കാരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഇതെല്ലാം പറയണമല്ലോ. അപ്പം ഉണ്ട് സ്തോത്രം. അതിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്കറിയാമല്ലോ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മൾ വായിക്കണമെന്നില്ല, മത്തായി 6-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ 1/6 ഭാഗം അതിൽ 1/6 ഭാഗം മാത്രമേ ഭൗതികമുള്ളൂ. എന്താ ഭൗതികം? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അതാണ് ഭൗതികം. സ്തോത്രം. അതാണ് ഭൗതികം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ആത്മീയമാണ്. അപ്പം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ 6 കൂട്ടം കാര്യങ്ങളിൽ സ്തോത്രം ഒരു കാര്യം മാത്രമാണ് ഭൗതികമുള്ളൂ. അതായത് അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. കുറേ കാലത്ത് കൂട്ടി വെക്കാൻ തരണമേ എന്നല്ല, കോടികൾ കയ്യിലുള്ള ധനവാനാക്കണമേ എന്നുമല്ല പഠിപ്പിച്ചത്. ഓരോ ദിവസവും ആവശ്യമുള്ളത് നൽകണമേ. നമുക്ക് മാന്യമായ വസ്ത്രം വേണം. ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള വസ്ത്രങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഭക്ഷണം അനിവാര്യമാണ്. എന്നാൽ വില കൂടിയതും നെയ്യും കൊഴുപ്പുള്ളതും അതിൽ സ്ഥിരമായി ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, ശരീരത്തിന് ദോഷമുണ്ടാകും. അപ്പം മനസ്സിൽ തോന്നുന്നതെല്ലാം എപ്പോഴും വാങ്ങി ഭക്ഷിക്കുന്നത് അത് രോഗിയായി മാറും. ഒരു നല്ല വീട് ആവശ്യമാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപ മുടക്കി ആഡംബര വീട് വേണം. ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞ് പറഞ്ഞായിരുന്നല്ലോ. ഇത് സ്തോത്രം. വീണ്ടും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആഡംബര വീട് വേണം. വീടിൻ്റെ ഭിത്തി തേച്ചു പെയിൻറ്റ് ചെയ്തു, ഭിത്തി മുഴുവൻ തേക്ക് കൊണ്ട് വേണം. ഇങ്ങനെയൊക്കെ സ്തോത്രം. നമ്മൾ തറയിടുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്നു. ഒരു ഫ്രിഡ്ജ് വേണം, ഒരു വീട്ടിലൊരു ഫ്രിഡ്ജ് വേണം, വാഹനം വേണം, ലക്ഷങ്ങളുടെ ആഡംബരക്കാർ വേണം. അതായത് വിവാഹം മാന്യമായി നടത്തണം. എന്നാൽ പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കാൻ വേണ്ടി പ്രഹസനങ്ങൾ പാപമാണ്. ഓർക്കണം. വിവാഹത്തിൻ്റെ അന്ന് ധരിക്കാൻ ലക്ഷങ്ങളുടെ വസ്ത്രം വേണം. ഇന്നത്തെ വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പണമുണ്ടെങ്കിൽ ദൂർത്തടിച്ച് ചെലവാക്കിയിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് ഒന്നിനും കുറവില്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്, അതായത് വചനം യഥാർത്ഥ അറിയാത്തതുകൊണ്ടാണ്. അതെ, വചനം അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ റോമാലേഖനം 14:12 വായിക്കുന്ന റോമർ 14:12 14:12 യെസ്. ദൈവമക്കളെ, നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവമക്കളെ, സ്തോത്രം. അപ്പം അതെ, അതായത് ഇപ്പം കല്യാണക്കാര്യം തന്നെ പറഞ്ഞു, കഷ്ടിച്ച് കല്യാണ ചെലവിന് പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അപ്പോൾ അവരെ ദൈവം ശപിച്ചതാണോ? ചിന്തിക്കണം. കൺവെൻഷനും കൂട്ടായ്മകളും നടത്തണം. പക്ഷേ പണമുള്ളവരോട് പ്രത്യേക ബഹുമാനം യേശു കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് കൂടുതൽ പണം വാങ്ങിയവർക്ക് കൂടുതൽ സ്ഥാനവും സ്റ്റേജെ കൊണ്ടിരുത്തുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇവിടെ ഏതാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. ഓക്കെ. കൂടുതൽ പണം കൊടുത്തവർക്ക് സ്റ്റേജെ കൊണ്ടിരുത്തും. ഓക്കെ. അപ്പോൾ ഒരുവൻ്റെ ഘനമുള്ള കവറിൻ്റെ മുമ്പിൽ യേശു മയങ്ങിയിട്ടില്ല. മനസ്സിലായോ? നമ്മളെ കർത്താവ് അതിലൊന്നും മയങ്ങി വീഴുന്ന ടൈപ്പൊന്നുമല്ല. നമ്മളാണ് ഇതിലൊക്കെ മയങ്ങി വീഴുന്നത്. സഭാപ്രസംഗം 4:8 വായിച്ചെന്ന് തോന്നുന്നല്ലേ? വായിച്ചോ സോറി? ഇല്ല, വായിച്ചില്ല. അതൊന്ന് വായിക്കും. സഭാപ്രസംഗം 4:8. അവൻ ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല, എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്ക് വേണ്ടി പ്രയത്നിച്ച് സുഖാനുഭവം ത്യജിക്കുന്നു. ഇതുമായി വല്ലാത്ത കഷ്ടപ്പാടും അത്രേ. അപ്പം അതെ, അവന്റെ പ്രയത്നത്തിൽ ഒന്നിനും അവന് അവസാനമില്ല. അവന്റെ കണ്ണിനും സമ്പത്തും കണ്ട് തൃപ്തി വരുന്നുമില്ല. എത്ര സമ്പത്ത് വാങ്ങിക്കൂട്ടിയാലും, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടിയാലും, വലിയ വീട് പണിഞ്ഞാലും, ആഡംബര കാറ് വാങ്ങിച്ചാലും പിന്നെയും ആഡംബര കാറ് വാങ്ങിക്കണം.
ഇതാണ് ആണ്, അതിന് അവസാനമില്ല. പക്ഷേ എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ച സുഖാനുഭവം ത്യജിക്കുന്ന ഇത് മായയാണ്, വല്ലാത്ത കഷ്ടപ്പാടാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതെ, നമുക്കറിയാം. അതെ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമുക്കറിയാം, പിന്നെ നമ്മുടെ ടൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ബെറിയൽ ഓർ എറ്റേണിറ്റി. അടക്കമാണോ വേണ്ടത്, അതോ സ്തോത്രം ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കറിയാം, ലാസറിൻ്റെയും ധനവാന്റെ കാര്യത്തിൽ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ വചനങ്ങളിൽ ഈ ഭൂമിയിലെ ദരിദ്രന് ലാസർ, അതായത് ആ കാഴ്ചപ്പാട് ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. ചില പ്രത്യേകതകൾ ഈ ദരിദ്രനുണ്ട്. ഭൂമിയിൽ ആരും അവൻ്റെ സാഹചര്യം ഇഷ്ടപ്പെടുന്നതല്ല, നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നതല്ല. ദരിദ്രൻ വിണം നിറഞ്ഞവനായിട്ട് പടിപ്പുരയിൽ കിടക്കുന്നു. വല്ലവൻ്റെ മേശയിൽ നിന്നും വീഴുന്ന ചില്ലറ കഷണങ്ങൾ കഴിക്കുവാൻ നോക്കിയിരിക്കുന്നവൻ, മാനുഷിക വീക്ഷണത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കാത്തവൻ. ലാസറിന് സമൂഹത്തിൽ ഒരു വിലയും നിലയുമില്ല. അപ്പം ഇന്നത്തെ അനുഗ്രഹക്കാരുടെ നോട്ടത്തിൽ ദൈവം പ്രാർത്ഥന കേൾക്കാതെ തിരിഞ്ഞു നോക്കാത്ത ഇട്ടിരുന്ന എന്ന് നമ്മൾ പറയും. കിടക്കുന്നത് ധനവാന്റെ വാതിക്കലുമാണ്, കഴിക്കുന്നത് ധനവാന്റെ എച്ചിലാണ്. ചികിത്സ 16:21 വായിച്ച സഹോദരി, ലൂക്കോസ് 16:21. ലൂക്കോസ് 16:21. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു, നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. അപ്പോഴേ നായ്ക്കളാണ് അവനെ ക്ലീൻ ആക്കുന്നത്, മനസ്സിലാക്കണം. നായ്ക്കളാണ് അവനെ ചികിത്സിക്കുന്നത്. സ്തോത്രം, നായ്ക്കൾ വന്ന് ചികിത്സിക്കുന്നു. പക്ഷെ മരിച്ചപ്പോൾ കൊണ്ടുപോകുവാൻ വന്നത് ആരാ? സ്വർഗീയ ദൂതന്മാരാണ്. ഓ ഹല്ലേലൂയ. മരിച്ചപ്പം സ്വർഗീയ ദൂതന്മാരാണ് കൊണ്ടുപോയത്, അബ്രഹാമിൻ്റെ മടിയിലോട്ട്. താങ്ക് യു ജീസസ്. അപ്പോൾ ഇവിടെ കേവലം ദരിദ്രനാണെങ്കിലും നിത്യജീവൻ കരസ്ഥമാക്കിയവന് ആരോ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. താങ്ക് യു ജീസസ്. അപ്പം മരണത്തിൽ രണ്ടു കൂട്ടരും സമന്മാരാണ്. മരണത്തിൽ രണ്ടും ഒരുപോലാണല്ലോ. ധനവാൻ മരിച്ചാലും ലാസർ മരിച്ചാലും എല്ലാം ഒരുപോലെയുള്ള മരണമല്ല, ഒരുപോലെ. പക്ഷേ ദരിദ്രന് രാജകീയമായ അടക്കം കിട്ടിയില്ല, നല്ല സംസ്കാരം കിട്ടിയിട്ടില്ല. എന്നാൽ ഒടുക്കം നിത്യതയുടെ പർദീസയിലായിരുന്നു. ബെറിയൽ വേഴ്സസ് എറ്റേണിറ്റി. നമ്മൾ ഇന്നത്തെ സംസ്കാര ചടങ്ങുകളിൽ നമ്മൾ എല്ലാവരും വാഴ്ത്തി പുകഴ്ത്തും. ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് പറയുന്നത് നല്ലതായിരിക്കും, മറ്റുള്ള അനുഗ്രഹം നല്ലതായിരിക്കും. പക്ഷെ വെറുതെ പാഴ്വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സ്തോത്രം. അതായത് ശലോമോൻ പറഞ്ഞ എന്തോ, സദൃശവാക്യം 14:20 എന്ന് വായിച്ച സാരി. സദൃശവാക്യം 14:20. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. ധനവാന് വളരെ സ്നേഹിതന്മാരുണ്ടെന്നേ, ഹാപ്പി ആയിട്ട് നടക്കുമല്ലേ. സ്തോത്രം. അതെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അതെ, എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. നമ്മൾ സദൃശവാക്യത്തിലുണ്ട്. നമ്മൾ അതോട് വായിക്കുന്ന നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു സദൃശവാക്യം ഈ 14 31 വാക്യം എന്ന് വായിച്ചേ. 14:31 വാക്യം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പം ദരിദ്രരെ ദൈവം ശപിച്ചതല്ലെന്ന് ഈ വേദഭാഗം തെളിയിക്കുകയാണ്. ദരിദ്രനെ ഇവിടെ കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ഓ ഹല്ലേലൂയ. അപ്പോൾ പണമില്ലാത്തവൻ, അനുഗ്രഹം പ്രാപിക്കാത്തവനാണെന്ന് പറയുന്നവൻ ദൈവത്തെ നിന്ദിക്കുകയാണ്, അല്ലെങ്കിൽ അവനെ ബഹുമാനിക്കുന്നില്ല. അതായത് ദൈവമക്കളെ, ഭൂമിയിലെ ഭൗതിക നന്മകളുടെ അനുഗ്രഹമാണോ അതോ ഉയരത്തിലെ യഥാർത്ഥ അനുഗ്രഹമാണോ നമുക്ക് വേണ്ടത്? ഏതാണ് ഉത്തമം? ഇവിടെ ദരിദ്രനായി മുദ്രകുത്തപ്പെട്ടാലും മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർച്ചയില്ലാത്തവനാണെന്ന് പഴി കേട്ടാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ അവസാനം നിത്യത ദൈവത്തോടു കൂടെ ആണെങ്കിൽ അതിലും വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഓ ഹല്ലേലൂയ. വർഷങ്ങൾ കർത്താവിനെ സേവിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ദൈവദാസന്മാർ ഇന്നും വലിയ സമ്പത്തിൻ്റെ ഉടമകൾ ആയിട്ടിരിക്കുവാണ്. സ്തോത്രം. അതെ, സ്തോത്രം. തീരെ ദരിദ്രനാണെന്നുള്ള അർത്ഥത്തിലല്ല,
അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, ദൈവം ഉപേക്ഷിച്ചതല്ല. എന്നാൽ എന്നെ വർഷങ്ങളായിട്ട് കർത്താവിനെ സേവിക്കുന്ന നാം ഓരോരുത്തരും, ഏ കർത്താവിനെ ആരാധിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധിക്കും ഉപദേശത്തിനും വേണ്ടി നമ്മൾ നിലനിൽക്കുന്നുണ്ടോ? സ്തോത്രം. വിശ്വാസികളിൽ നിന്ന് എല്ലാവരും സമ്പന്നരാകണമെന്നില്ല. അതൊക്കെ ദൈവം അത് ശപിച്ചതാണോ? അതുമല്ല. അല്ല. അപ്പം നിത്യജീവൻ കരസ്ഥമാക്കിയവനാണ് യഥാർത്ഥ ധനികൻ. നിത്യജീവൻ കരസ്ഥമാക്കിയവനാണ് യഥാർത്ഥ ധനികൻ. അവരാണ് ദൈവത്തിന് മുമ്പിൽ സമ്പന്നർ. മനസ്സിലാക്കണം. സ്തോത്രം. അപ്പം ദൈവമക്കളെ സ്തോത്രം. നമ്മൾ സദൃശവാക്യം ഇതൊന്ന് വായിക്കും സോറി, 15:16 എന്ന് വായിച്ചേ. സദൃശവാക്യം 15:16. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. അല്പധനമുള്ളത് നല്ലത്. സ്തോത്രം. അതെ. മത്തായി 13:22 എന്ന് വായിക്കും സോറി. മത്തായി 13:22. 13:22. ധനത്തിന്റെ ഉള്ളിനിടയിൽ വിധിക്കപ്പെട്ടതോ ഒരുത്തരും വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. അപ്പോഴേ ഈ വചനം കേൾക്കുന്ന ബോസ്റ്റൺ സഭയിലുള്ള ദൈവമക്കളെ, ഈ വഞ്ചനയിൽ കുടുങ്ങരുത്. ഇതെനിക്ക് കേൾക്കണ്ട. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇതിവിടെ ധനത്തിൻ്റെ വഞ്ചന. കർത്താവ് പറഞ്ഞതാണ്, ഒരുത്തൻ ധനത്തിൽ ആശ്രയിച്ചാൽ അത് അവൻ്റെ ആത്മാവിനെ ഛേദപ്പെടുന്നതായി മുള്ളായി മാറും. ധനത്തിൻ്റെ വഞ്ചനയിൽ അവൻ്റെ സുബോധം നഷ്ടപ്പെടുന്നു. നമ്മൾ സങ്കീർത്തനം 62:10 വായിക്കുന്ന എങ്ങനെ? സങ്കീർത്തനം 62:10. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങി പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ദൈവം പറയാണ്. അപ്പോൾ നമുക്ക് ഭൗതികമായ ധനം ഉണ്ടായിരുന്നാലും നമ്മുടെ പൗരത്വം സ്വർഗത്തിലെന്ന് അറിവോടെ നമ്മൾ ഉയരത്തിലുള്ളതിനെ ചിന്തിക്കണം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മൾ കേരളക്കരയിലായിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ ഒന്നെത്താൻ വേണ്ടി മദ്രാസ് കോൺസുലേറ്റിൽ പോയി കുത്തിയിരുന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതുപോലെ ഇന്ന് നാം അമേരിക്കയിലിരുന്ന് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള അറിവോടുകൂടി നാം ഉയരത്തിലുള്ളത് നമ്മൾ ചിന്തിക്കണം. കേരളക്കരയിലിരുന്ന ദൈവമക്കൾ അമേരിക്കയിൽ വരാൻ ചിന്തിച്ചതുപോലെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ളതായ ചിന്താബോധം നമുക്കുണ്ടോ ദൈവമക്കളെ? അതെ. നശ്വരമായ ധനം നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതായി അത് മുള്ളായി വളരുവാൻ നാം ഇടം കൊടുക്കരുത്. നമ്മൾ സദസ്യവാക്യം 23:5 വായിക്കും. 23:5. ദൃശ്യധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അതില്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചുരുവെടുത്ത് പറന്നു കളയും. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയില്ല. ആ വാക്യം എവിടെ സോദരി? ആണോ? ഓക്കെ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. നമുക്കിനിപ്പം നോക്കിയെടുക്കാൻ സമയമില്ല. ഓക്കെ, നമുക്ക് വരാം. അപ്പോൾ ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കുടുങ്ങും. നല്ല ഓർമ്മയുണ്ടല്ലോ സൂസന്. സ്തോത്രം. ഓക്കെ. സൂസമ്മ തോമസ്. യെസ്. ഓക്കെ, താങ്ക് യു. അപ്പം പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും അതൊന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. അതായിരിക്കും നല്ലത്. 1 തിമോത്തിയോസ് 6:9 9-11. യു ആർ റൈറ്റ്. 1 തിമോത്തിയോസ് 6:9 9-11. യെസ്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴുന്ന് ബഹുദുഃഖങ്ങൾക്കും അതിരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇത് നമുക്ക് പിന്തുടരാം. അതായത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാവും നമുക്കറിയാം. അപ്പം ലോകസ്നേഹം എന്നത് ഒരു മനുഷ്യൻ ലോകത്തിന് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഉല്ലാസ ജീവിതമാണ്. ഇതിൽ കൂടി ലഭിക്കുന്ന സന്തോഷം താൽക്കാലികമാണ്.
അവ ഇതിനെ മറ്റു വിഷയമോഹങ്ങൾ എന്ന് മർക്കോസ് സുവിശേഷത്തിലുള്ള സമയമില്ല. നമുക്കറിയാം ലോത്ത്, ദേമാസ് പുതിയ നിയമത്തിൽ ഇവർ ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിനും മനോവികാരങ്ങൾക്കും ഏത് ഒത്തവണ്ണം നമ്മൾ ജീവിക്കാൻ പാടില്ല. സ്വത്രം ജന്മ സ്വഭാവവും ജഡിക സ്വഭാവവും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിഷ്ഫലമാക്കി കളയും. നമ്മൾ ചിന്തിക്കണം. അത് മുള്ളായി മാറി നമ്മെ നശിപ്പിച്ച് കളയാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഗലാത്യർ 5:16-17 വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെ? ഗലാത്യർ 5:16-17 വാക്യം. ഗലാത്യർ 5:16-17 വാക്യങ്ങൾ. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. നിങ്ങൾ അപ്പം നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നു എങ്കിൽ ദൈവം തൻ്റെ അളവില്ലാത്ത സന്തോഷം നമ്മളിൽ പകരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ശൂലേങ്കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഉത്തമഗീതം ഒന്നെടുത്ത് ഉത്തമഗീതം 4:12 വായിച്ചേ. ഉത്തമഗീതം 4:12. 1 മിനിറ്റ് എൻ്റെ മുമ്പിലുള്ളൂ. 1 മിനിറ്റ്. 12. യെസ്. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീളവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ആമേൻ. അപ്പൊ അവൾ ദൈവഹിതം ചെയ്തതിനാൽ സഹോദരി എന്ന്. സ്തോത്രം. അവൾ എൻ്റെ ശൂലേങ്കാര്യത്തെക്കുറിച്ച് പറയും. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, എൻ്റെ കെട്ടിയെടുത്തിരിക്കുന്ന തോട്ടം പോലെ. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ ഭവനം, നമ്മുടെ ശരീരത്തിന് ചുറ്റുപാട് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായിരിക്കണം. കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. ഓക്കെ, ഇന്നത്തെ പോലെ തുണിയുടെ നീളം കുറച്ച് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാകുമോ? അല്ല, കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പം യേശുവിനെ മാത്രം സ്നേഹിച്ചതിനാൽ അവൾ മണവാട്ടി ആയി. അവളുടെ തോട്ടം മാതളച്ചെടികളും ഫലം കൊടുക്കുന്ന വൃക്ഷങ്ങളും മൈലാഞ്ചി ചെടികളും സകലവിധ സുഗന്ധവർഗ്ഗങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ ഭവനം, നമ്മുടെ ഹൃദയം സകലവിധ സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ട് നിറയട്ടെ, ദൈവകൃപയാൽ നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഞാൻ ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ബെറിയൽ ഒരു എറ്റേണിറ്റി. ഇതാണ് സമയം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച നമുക്ക് ധ്യാനിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.